എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് 9 സബ്മറൈൻസ് 65 ഷിപ്സ് ടേക്കിംഗ് പാർട്ട് ഇൻ ട്രോപ്പെക്സ് എക്സസൈസ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലുള്ളൊരു മിലിറ്ററി എക്സസൈസ് ആണ്, നേവൽ എക്സസൈസ് ആണ്. അപ്പോൾ ഇത് GS3 ഡിഫൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ന്യൂസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നമ്മുടെ മിലിറ്ററി പ്രസൻസ് അതുപോലെ തന്നെ നേവൽ കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് ഈ ട്രോപ്പിക് എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, കുറച്ചൊക്കെ IR പെർസ്പെക്റ്റീവിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഈസ് ഇന്ത്യാസ് വോയിസ് മസ്റ്റ് റെസണേറ്റ് ഇൻ ഗ്ലോബൽ AI കോൺവെർസേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഇടയ്ക്ക് ലാസ്റ്റ് വീക്കിലൊക്കെ പുതിയ AIs ഓരോ കൺട്രീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ചൈന ഡീപ് സീക്ക് അതുപോലെയുള്ള AI ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം പിന്നെ US ഓൾറെഡി അവർ ChatGPT അതുപോലുള്ള LLM മോഡൽസൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഇതുവരെ അതുപോലുള്ളൊരു AI ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഈവൻ ദോ മിനിസ്ട്രി ഹാസ് പ്രോമിസ്ഡ് 10 മന്ത്സിനുള്ളിൽ നമ്മൾ ഇതുപോലൊരു AI മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് എന്തൊക്കെ റെഗുലേഷൻസ് വരണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അനാലിസിസ് ചെയ്യുന്ന ഒരു എഡിറ്റോറിയലാണ്, ശശി തരൂരിൻ്റെ ഒരു എഡിറ്റോറിയലാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ അതും കൂടി നോക്കുന്നതാണ്. സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു എഡിറ്റോറിയലാണിത്. പിന്നെ ടെക്നോളജി ആൻഡ് ചാലഞ്ച് ഓഫ് ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ. ഇത് ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്കറിയാം ഇവിടെ നിന്നുള്ള ടെക്നോളജി ഗ്യാപ്പുണ്ട്, ഫൈനാൻഷ്യൽ ഗ്യാപ്പുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു എഡിറ്റോറിയലാണ്. എസ്പെഷ്യലി നമുക്കറിയാം UPSC ഹാസ് എ ട്രെൻഡ് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഹെൽത്ത് കെയർ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, വുമൺ എംപവർമെൻറ്റ്, അങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ UPSC റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ എന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്ക് വരുമ്പോൾ നമ്മളത് കുറച്ച് ഇമ്പോർട്ടൻസോടെ എടുക്കുന്നതാണ്. ഇതിൽ കൂടുതലും നമുക്ക് ഡേറ്റാസും കാര്യങ്ങളും കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഗ്രോത്ത് ഓവർ ഇൻഫ്ലേഷൻ. നമുക്കറിയാം യെസ്റ്റർഡേ RBI റെപ്പോ റേറ്റ് 0.25 പോയിൻറ്റ്സ് കുറച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൂടുതൽ നോക്കുന്ന റെപ്പോ റേറ്റ് എന്താണ്, മോണിറ്ററി പോളിസി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും കൂടി നമ്മൾ നോക്കും. ഓക്കെ, എക്കണോമി പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ന്യൂസ് ഇസ് 9 സബ്മറൈൻസ് 65 ഷിപ്സ് ടേക്കിംഗ് പാർട്ട് ഇൻ ട്രോപ്പെക്സ് എക്സസൈസ്. ഇപ്പോൾ ട്രോപ്പെക് എക്സസൈസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് തിയേറ്റർ ലെവൽ ഓപ്പറേഷണൽ റെഡിനെസ് എക്സസൈസ് 2025 is India's largest biennial military exercise with the Indian Navy at its core. പിന്നെ conducted in January 2025 highlights jointness among the Indian armed forces and showcases India's ability to address challenges in the Indian Ocean region. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാം ഈ കറണ്ട് കേസ് സിനാരിയോയിൽ ഇച്ചിരി റെലവൻ്റ് ആണ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ട്രോപ്പെക്സ് 25ൻ്റെ പ്രത്യേകത ലാർജസ്റ്റ് മാരിടൈം എക്സസൈസ് ആണ്. ഇൻവോൾവ്സ് ഇന്ത്യൻ നേവി, ആർമി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, ഡെമോൺസ്ട്രേറ്റിംഗ് ഇൻ്റർ സർവീസ് കോർഡിനേഷൻ ആൻഡ് കോമ്പാറ്റ് റെഡിനെസ്. ബൈനിയൽ നേച്ചർ, അതായത് ഹെൽഡ് എവറി 2 years ആണ്. ഇറ്റ് അസസസ് ഇന്ത്യസ് ഓപ്പറേഷണൽ പ്രിപ്പയർഡ്നെസ് ഇൻ മാരിടൈം ഡൊമൈൻ. Held in Indian Ocean, the exercise ensures India's ability to dominate critical sea lines and maintain maritime security. കീ ഫീച്ചേഴ്സ് ഓഫ് ട്രോപ്പെക്സ് 25 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർ സർവീസ് കോർഡിനേഷൻ, അതായത് സീംലെസ് കൊളാബറേഷൻ ബിറ്റ്വീൻ ദ നേവി, ആർമി, എയർഫോഴ്സ് ആൻഡ് കോസ്റ്റ് ഗാർഡ് ടു എൻഹാൻസ് ഓപ്പറേഷണൽ സിനർജി. ഓപ്പറേഷണൽ ഡെമോൺസ്ട്രേഷൻ, ലൈവ് വെപ്പൺ ഫയറിംഗ്സ്, സ്റ്റിമുലേറ്റഡ് കോമ്പാറ്റ് ഡ്രിൽസ് ആൻഡ് കോംപ്ലക്സ് വാർ ഫൈറ്റിംഗ് സിനാരിയോസ്. പിന്നെ സ്ട്രാറ്റജിക് മെസ്സേജിംഗ്, ഷോക്കേസസ് ഇന്ത്യാസ് മാരിടൈം ഡോമിനൻസ് ആൻഡ് സിഗ്നൽസ് ഇസ് ഡിറ്ററൻസ് കേപ്പബിലിറ്റി ഇൻ ദ ഇൻഡോ പസഫിക്. പിന്നെ സീനിയർ ലീഡർഷിപ്പ് പ്രസൻസ്, വൈസ് ചീഫ്സ് ഓഫ് ഓൾ 3 സർവീസസ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. പിന്നെ ട്രോപ്പെക്സ് ആൻഡ് ഇന്ത്യാസ് ഡിഫൻസ് സ്ട്രാറ്റജി എത്രത്തോളം റിലേറ്റഡ് ആണ്. ഒന്ന്, ഇൻ്റഗ്രേറ്റഡ് ഫ്ലീറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, അതായത് നമുക്കറിയാം ട്രൈ കമാൻഡ് ഏരിയ ഒക്കെ ഉണ്ട് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ. അതുപോലെ തന്നെ കാരണം അതൊരു ചോക്ക് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ട്രൈ കമാൻഡിൻ്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെയുള്ള കേപ്പബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ട്രോപ്പെക്സ് എന്ന് പറയുന്നത്. യൂണിഫൈഡ് മാരിടൈം ഫോഴ്സ്. For the first time, India's eastern and western fleets operated as a single cohesive force. Western Fleet Mumbai primarily operates in the Arabian Sea, countering threats in
ഇന്ത്യാസ് വെസ്റ്റേൺ മാരിടൈം ബോർഡേഴ്സ്. ഈസ്റ്റേൺ ഫ്ലീറ്റ് വിശാഖപട്ടണമാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. എൻഗേജസ് ഇൻ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ ആൻഡ് ഇൻഡോ പസഫിക്. സ്ട്രാറ്റജിക് ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ദിസ് ഇൻറ്റഗ്രേഷൻ strengthens India's deterrence posture against adversaries in the Indian Ocean region. Carrier-based air power, INS Vikrant key role play ചെയ്യുന്നുണ്ട്. Aircraft carrier participated in simulated naval strikes, proving its strategic significance. MiG-29K operations showcase naval power in maritime combat, coordinated with Indian Air Force assets, extended strategic reach. നമുക്കറിയാം INS വിക്രാന്ത് പോലത്തെ ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഉള്ളപ്പോൾ ഇൻഡോ പസഫിക് റീജിയനിൽ വളരെ ഹൈ പവർ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഷേപ്പിംഗ് ഇൻഡോ പസഫിക് ബാറ്റിൽ സ്പേസ്, അതായത് കൗണ്ടറിങ് ചൈനാസ് ഇൻഫ്ലുവൻസ്, അഡ്രസ്സസ് കൺസേൺ ഓവർ ചൈനാസ് എക്സ്പാൻഡിങ് നേവൽ പ്രസൻസ് ഇൻക്ലൂഡിംഗ് സ്പൈ ഷിപ്സ്, ഡ്യുവൽ യൂസ് സ്പോട്സ് ആൻഡ് സബ്മറൈൻ ആക്ടിവിറ്റി. സ്ട്രെങ്തനിങ് ഇന്ത്യാസ് റെസ്പോൺസ്, ഡെമോൺസ്ട്രേറ്റ് India's preparedness to counterbalance adversarial moves with an integrated military strategy. അപ്പോൾ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഓഫ് ട്രോപ്പിക്സ് 25 എന്താണ്? ഒന്ന്, സ്ട്രെങ്തനിങ് റീജിയണൽ സെക്യൂരിറ്റി ആണ്. പിന്നെ ക്വാഡ് അലയൻസ്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസുകളിലെല്ലാം നമുക്കറിയാം, ഇപ്പം ട്രംപ് അമേരിക്ക എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, അതിലെല്ലാം പറഞ്ഞൊരു കാര്യമാണ് ക്വാഡ് അലയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എൻഹാൻസസ് ഇന്ത്യാസ് റോൾ ഇൻ ക്വാഡ്, US, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ ബൈ ഷോകേസിംഗ് മാരിടൈം capability. പിന്നെ coalition-led defense strengthens India's ability to collaborate with allies in maritime security. Countering adversarial moves, deterrence, signals India's readiness to counter regional threats, particularly from China and other strategic competitors. Power projection reinforces India's naval dominance in the Indian Ocean region and the Indo-Pacific. Conclusion പറയുവാണെങ്കിൽ, tropics is a milestone in India's defense evolution, reinforcing jointness among the armed forces, showcasing fleet integration, projecting maritime power. It serves as a deterrent to regional threats and strengthens India's position as a key player in Indo-Pacific security. This exercise underscores India's commitment to safeguarding its maritime interest while enhancing strategic partnerships worldwide. Okay, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ന്യൂസ് സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടാണ്, AI റെവല്യൂഷൻ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ കോൺടാക്ട്സ് എന്ന് വെച്ചാൽ, ദ റാപ്പിഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹാസ് സ്പാർക്ഡ് ഗ്ലോബൽ ഡിസ്കഷൻസ് ഓൺ ഇറ്റ്സ് റെഗുലേഷൻ ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ. എ റീസെൻറ്റ് ഇൻസിഡൻറ്റ് ഇൻവോൾവിംഗ് Google AI's chatbot Gemini highlighted the risk associated with unchecked AI behavior, raising concerns about responsible AI governance. As AI reshapes industries, economies, and geopolitics, India must actively participate in global AI standard setting to safeguard its interests while fostering innovation. Why AI regulation is important? AI operates beyond national borders, integrating data, algorithms, and innovations across regions. Lack of oversight can lead to security risks, misinformation, and ethical dilemmas. Establishing a global AI regulatory framework is essential to ensuring accountability, safety, and fairness. അപ്പം നമുക്ക് ഇപ്പം ഈ ChatGPT പോലത്തെ ഒരു AI മോഡൽ വർക്ക് ചെയ്യുന്നൊരു മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇത് ഈ ഒരു എഡിറ്റോറിയൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ChatGPT എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റുകൾ ബേസ് ചെയ്തിട്ടാണ് ഇവരൊരു ട്രൂത്ത് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ലാർജർ ഓഡിയൻസ് ദാറ്റ് ഈസ് യൂസിങ് ChatGPT കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ഫോൾസ് ഇൻഫർമേഷൻ ഇതിന് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ അത് ഫോൾസ് ഇൻഫർമേഷനായിട്ട് കൺവേ ചെയ്യും. ഓക്കെ, അതായത് മാസ് ഓഡിയൻസ് കൊടുക്കുന്ന ബേസ് ചെയ്തിട്ടാണ് ChatGPT പോലത്തെ AI മോഡൽസ് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, India's position in global AI development. India is amongst the fastest adopters of AI with an adoption rate of 30%, surpassing global average of 26%. It holds a significant share in AI-driven platforms like ChatGPT, ranking third globally in consumer adoption. However, India has not yet established a dedicated national AI safety institute. Okay, need for India's participation in global AI governance. First point is strategic competitiveness. അതായത് AI governance should shape the future of global technological leadership. India must engage in global AI standard setting to secure a competitive edge. National security concerns നോക്കുമ്പോൾ AI is increasingly used in cyber warfare, surveillance, and autonomous weapons. Without regulatory oversight,
hostile AI applications could pose threats to national security. Economic and geopolitical interests നോക്കുകയാണെങ്കിൽ US and China are setting AI regulations that could shape international policies. India must assert its stance to ensure that AI governance aligns with its economic and strategic priorities. അതായത് നമുക്കറിയാം ഇപ്പം US ചൈനയാണ് AI റേസിൽ മുന്നിട്ട് നിൽക്കുന്നത്. ബട്ട് അവരാണ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വി വിൽ ലാഗ് ബിഹൈൻഡ് ഇൻ ദിസ് റേസ്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്സ് ഇന്ത്യ ഷുഡ് ടേക്ക് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് എ നാഷണൽ AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്. ദിസ് ബോഡി ഷുഡ് ഫോക്കസ് ഓൺ AI എത്തിക്സ്, safety protocols and risk assessment. It should collaborate with global institutions to contribute to AI standardization efforts. Strengthen AI policy and regulation. Introduce laws to ensure AI transparency, accountability and fairness. Implement safeguards against AI misuse in areas like deepfakes, bias and surveillance. Deepfakes എന്താണെന്നൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ നോക്കുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ ഇമേജ് വെച്ചിട്ട് ഫേക്കായിട്ട് വീഡിയോസ്, ഇപ്പോൾ ട്രംപിനെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഇറക്കുക, അതിൽ AI ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇറക്കുക. അപ്പോൾ അത് ഒരു മിസ്ഇൻഫർമേഷനാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഡീപ്പ് ഫേക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡീപ്പ് ഫേക്സ് ഇപ്പം നമുക്കറിയാവുന്ന ഒരാളുടെ വീഡിയോ ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ട് പൈസ ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീപ്പ് ഫേക്സ് കാറ്റഗറിയിൽ വരും. ഗ്ലോബൽ AI ലീഡർഷിപ്പ് ഇനിഷ്യേറ്റീവ്സ്. പ്രൊആക്റ്റീവ്ലി എൻഗേജ് ഇൻ ഗ്ലോബൽ AI റെഗുലേറ്ററി ഡിസ്കഷൻസ്. Foster partnerships with Quad nations, US, Japan, Australia to set safety benchmarks. Encourage ethical AI innovation. Support startups working on AI safety and responsible innovation. Promote AI-driven solutions for social and economic development. Conclusion ആയിട്ട് നമ്മൾ പറയുമ്പം, in a world where AI influences economic and strategic policies, India cannot afford to be a passive player. By actively participating in global AI governance, India can protect its interests, foster innovation and position itself as a key player in AI revolution. Time is അപ്പം നമുക്ക് അത് ആക്ട് ചെയ്യേണ്ട ടൈമായി, അല്ലെങ്കിൽ നമ്മൾ we will be lagging behind. Okay, next news is technology and the challenge of equitable education. Context എന്ന് പറയുമ്പോൾ, India has witnessed significant educational expansion since 1990s with increased school enrollment and infrastructural development. However, the quality of learning has not seen parallel improvements, especially in rural areas. COVID-19 pandemic accelerated digital learning but also exposed the stark digital divide. While technology holds promise for educational reform, its accessibility and effective implementation remains challenges. Okay. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ന്യൂസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും നമുക്ക് എടുക്കേണ്ട ഒരു കീ ടേം ഇസ് ഡിജിറ്റൽ ഡിവൈഡ്. ഓക്കെ, അപ്പം അക്കോർഡിംഗ് ടു ESSER 2018, 90% of rural households had basic mobile phones and 36% had smartphones. By 2022, smartphone ownership increased to 74%, further rising to 84% in 2024. The use of smartphones during the pandemic enabled digital learning through text, videos, and online classes, but accessibility remained a concern. Despite rising smartphone penetration, rural students still lack personal devices, limiting their learning opportunity. Challenges in leveraging technology for education. ഒന്ന് ഡിജിറ്റൽ ഡിവൈഡ് ആണ്. അപ്പോൾ ഇതിൽ ഓരോ ടോപ്പിക്സും നമുക്ക് ആൻസർ റൈറ്റിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ആണ്. ഫസ്റ്റ് ഇസ് ഡിജിറ്റൽ ഡിവൈഡ്. വൈൽ സ്മാർട്ട് ഫോൺ പെനട്രേഷൻ ഈസ് ഇൻക്രീസിംഗ്, ഇക്വിറ്റബിൾ ആക്സസ് റിമെയിൻസ് എൻ ഇഷ്യൂ. പൂർ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ലാക്ക് ഓഫ് ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് അഫോർഡബിലിറ്റി കൺസേൺസ് ഹിൻഡർ ടെക്നോളജി ബേസ്ഡ് എഡ്യൂക്കേഷൻ. പിന്നെ നോ ലാംഗ്വേജ് ബാരിയർ ബട്ട് ആക്സസിബിലിറ്റി ഇഷ്യൂസ് പെർസിസ്റ്റ്. Technological advancements now allow easy translation and content creation in local languages. However, access to quality content and structured learning platforms remains a challenge in rural and marginalized communities. In a fragmented schooling system, in rural India, children attend different types of schools, government, private and informal classes, leading to disparities in educational outcomes. During the pandemic, some villages implemented learning programs using community broadcast, ഷോക്കേസിങ് ആൻഡ് ഓൾട്ടർനേറ്റീവ് സ്കൂളിംഗ് മെത്തേഡ്. ഇത് നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം.
ഓക്കെ, ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വെൽബീങ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുവാണെങ്കിൽ യു ക്യാൻ ആഡ് ദിസ് പോയിന്റ്. ഓക്കെ, പിന്നെ ലാക്ക് ഓഫ് ക്ലിയർ റോഡ് മാപ്പ് ഫോർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ. While technology has transformed various sectors, its integration into education has been slow and unstructured. India lacks a national framework for systematically harness technology for inclusive and quality education. Potential solutions for equitable digital education. ഒന്ന്, strengthening digital infrastructure ആണ്. Internet connectivity in rural areas improve ചെയ്യുക. Provide subsidized digital services to underprivileged students. Localized and inclusive digital content. അത് developed region specific e-learning materials in multiple languages. AI യൂസ് ചെയ്യുക. പേഴ്സണലൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹൈബ്രിഡ് ലേണിംഗ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻ ക്യാമ്പസ് ആൻഡ് അറ്റ് ഹോം റിലേറ്റഡ് ആയിട്ടുള്ള പഠന രീതി കൊണ്ടുവരണം. കമ്പൈൻ ട്രഡീഷണൽ സ്കൂളിംഗ് വിത്ത് ഡിജിറ്റൽ സൊല്യൂഷൻസ് ടു എൻഷുർ ഹോളിസ്റ്റിക് ലേണിംഗ്. പ്രൊമോട്ട് കമ്മ്യൂണിറ്റി ഡ്രിവൺ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ് സച്ച് ആസ് വില്ലേജ് ലേണിംഗ് ഹബ്സ്. പിന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്സ്. കൊളാബറേറ്റ് വിത്ത് ടെക് കമ്പനീസ് ആൻഡ് NGOs ടു സ്കെയിൽ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. എൻകറേജ് ഫിലാൻട്രോപ്പിസ്റ്റ് ടു ഇൻവെസ്റ്റ് ഇൻ ആക്സസിബിൾ എഡ്യൂക്കേഷൻ ടെക്നോളജി. കൺക്ലൂഷൻ ആയിട്ട് പറയുവാണെങ്കിൽ എഡ്യൂക്കേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ഡ്രൈവർ ഓഫ് സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് ടെക്നോളജി ക്യാൻ ബി എ ഗ്രേറ്റ് ഈക്വലൈസർ ഇഫ് ഇംപ്ലിമെൻറ്റഡ് effectively. While India has made progress in digital accessibility, there is a need for a structured roadmap to integrate technology into education equitability. ഇപ്പോൾ പോളിസി മേക്കേഴ്സ് എന്ത് ചെയ്യണം, ഈ ഡിജിറ്റൽ ഡിവൈഡ് അതുപോലെ തന്നെ ലോക്കലൈസ്ഡ് കണ്ടൻറ്റ് കൊടുക്കുക, ഇന്നോവേഷൻസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് കൊണ്ടുവരുന്ന രീതിയിലുള്ള പോളിസീസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്നലെ Monetary Policy Committee recently cut the repo rate from 6.5 to 6.25%, marking shift in priorities from inflation control to economic growth. അപ്പോൾ ഇത് നമുക്കറിയാം GDP ഗ്രോത്ത് സ്ലോ ഡൗൺ ആയി. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കൊക്കെ ഉള്ള റിസൾട്ടാണ്. വൈൽ ഇൻഫ്ലേഷൻ റിമെയിൻസ് അബവ് ദ RBI's 4% ടാർഗറ്റ്, ദ സെൻട്രൽ ബാങ്ക് ഈസ് സിഗ്നലിംഗ് എ പ്രോ ഗ്രോത്ത് സ്റ്റാൻസ് ഇൻ റെസ്പോൺസ് ടു വീക്ക് എക്കണോമിക് റിക്കവറി. അപ്പോൾ നമുക്ക് റെപ്പോ റേറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് റീപർച്ചേസ് അഗ്രിമെൻറ്റ് റേറ്റ് ആണ്. ഈസ് എൻ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബോറോ മണി ഫ്രം സെൻട്രൽ ബാങ്ക്. അതായത് RBIയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ബാങ്ക്സ് പൈസ എടുക്കുമ്പോൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പർപ്പസ് ആൻഡ് ഫംഗ്ഷനിങ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ബാങ്ക്സ് ടു മീറ്റ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഇഷ്യൂസ്. ബാങ്ക്സ് പ്രൊവൈഡ് സെക്യൂരിറ്റീസ് ആസ് കൊളാട്രൽ ആൻഡ് റീപർച്ചേസ് ദം ലേറ്റർ അറ്റ് എ ഹയർ പ്രൈസ് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇമ്പാക്റ്റ് ഓൺ ബോറോയിങ് കോസ്റ്റുകൾ എന്താണ്? ഹയർ റെപ്പോ റേറ്റ് ആണെങ്കിൽ ലോൺസ് കോസ്റ്റ്ലിയർ ആവും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. റെഡ്യൂസ്ഡ് അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ലോൺസിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോഴേക്കും ആൾക്കാർ പൈസ കടമെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വായ്പ എടുക്കുന്നത് കുറയ്ക്കും. ഓക്കെ, അതുപോലെ തന്നെ മണി സപ്ലൈ കുറയും. ലോവർ റെപ്പോ റേറ്റ് ആണ് എന്ത് പറ്റും, ലോൺ ചീപ്പർ ആവും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. അപ്പോൾ ബോറോയിങ് ആൻഡ് സ്പെൻഡിങ് കൂടും. ആൾക്കാർ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യും, പൈസ കൂടുതൽ ലോണായിട്ട് എടുക്കും, അത് എക്കണോമിയിൽ സ്പെൻഡ് ചെയ്യും. ഇപ്പോൾ റോൾ ഇൻ മോണിറ്ററി പോളിസി യൂസ് ടു കൺട്രോൾ മണി സപ്ലൈ, ഇൻഫ്ലേഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ഹെൽപ്സ് മെയിൻറ്റെയിൻ ഫൈനാൻസ് സ്റ്റെബിലിറ്റി ബൈ റെഗുലേറ്റിംഗ് ക്രെഡിറ്റ് അവൈലബിലിറ്റി. ഓക്കെ, അപ്പോൾ റീസെൻറ്റ് റെപ്പോ റേറ്റ് കട്ടിൻ്റെ റീസൺസ് എന്താണ്, കാരണങ്ങൾ എന്താണ്? ഒന്ന്, slowing GDP growth. India's economic growth slipped to 5.4% in second quarter, with 2024-25 projections at a 4-year low of 6.4%. Weak consumption and sluggish investment prompted the RBI to prioritize economic revival. അപ്പോൾ നമുക്കറിയാം, റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ RBI ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും നമ്മുടെ എക്കണോമിയിൽ പൈസ പമ്പ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നു. സ്റ്റിമുലസ് പാക്കേജ് കൊണ്ടുവരുന്നു, അങ്ങനെയുള്ള മെഷേഴ്സ്, ഗവൺമെൻറ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ടാണ് ഇപ്പോൾ ഈ റെപ്പോ റേറ്റും കട്ട് ചെയ്തേക്കുന്നത്. മോഡറേറ്റിംഗ് ഇൻഫ്ലേഷൻ ഡിക്ലൈൻ ഫ്രം 6.2% to 5.2%. Future inflation projections suggest further easing to 4.2% in 2025 to 2026. A strong agricultural output, especially a key vegetables like tomatoes, onions and potatoes, is expected to help keep inflation
ഇൻഫ്ലേഷൻ അറ്റ് ചെക്ക്. ഗ്ലോബൽ എക്കണോമിക് അൺസർട്ടനിറ്റി, അതായത് സ്റ്റോൾഡ് ഡിസ്ഇൻഫ്ലേഷൻ ഇൻ അഡ്വാൻസ്ഡ് എക്കണോമീസ് ലൈക്ക് US. പിന്നെ അതുപോലെ തന്നെ US ഡോളറിൻ്റെ മൂല്യം കൂടുന്നുണ്ട്, അത് എമർജിങ് മാർക്കറ്റ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ റുപ്പീനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. RBI's move aligns with global central banks adopting a growth supportive stance. Monetary fiscal coordination. RBI's policy shift aligns with the government's fiscal stimulus measures post 2024 budget. Goal is to boost consumption, private investments and job creation. ഓക്കെ, അപ്പോൾ ഇംപ്ലിക്കേഷൻസ് ഓഫ് റെപ്പോ റേറ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ റെപ്പോ റേറ്റിൻ്റെ കട്ട് കൊണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ? ഒന്ന്, ബൂസ്റ്റ് ടു എക്കണോമിക് ഗ്രോത്ത് ആണ്. ലോവർ ബോറോയിങ് കോസ്റ്റ് എൻകറേജ് ബിസിനസ്സസ് ടു ഇൻവെസ്റ്റ് ഇൻ എക്സ്പാൻഷൻ ലീഡിങ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ആൻഡ് ജോബ് ക്രിയേഷൻ. പിന്നെ ഹൗസ് ഹോൾഡ്സ് ബെനിഫിറ്റ് ഫ്രം ചീപ്പർ ലോൺസ് ആൻഡ് ലോവർ EMIs സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ്. പിന്നെ സ്ട്രെങ്തനിങ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്. ലോവർ ഡെപ്പോസിറ്റ് റേറ്റ്സ് make savings accounts and fixed deposits less attractive. Investors may shift towards stocks, mutual funds and real estate, increasing market liquidity. ഓക്കെ, മാർക്കറ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? പണപ്പെരുപ്പം. നമ്മുടെ മാർക്കറ്റിലുള്ള പൈസയുടെ അളവ് കൂടും. ഓക്കെ, ഇമ്പാക്റ്റ് ഓൺ ഇൻഫ്ലേഷൻ. ഇൻക്രീസ് സ്പെൻഡിങ് കുഡ് ലീഡ് ടു ഇൻഫ്ലേഷണറി പ്രഷേഴ്സ്, potentially breaching the RBI's 4% inflation target. However, the food inflation expected to remain under control. The short-term inflation risk is manageable. Export competitiveness and currency market. Lower repo rate എന്ന് പറയുന്നത് എന്താണ്? It could reduce returns on investments leading to capital outflows. It may weaken the rupee, increasing import costs, but making Indian exports more competitive globally. ഓക്കെ, ഇതിൻ്റെ ഒരു വേ ഫോർവേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രോത്തും ഇൻഫ്ലേഷനും കൂടി ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. വൈൽ ദ ഫോക്കസ് ഈസ് ഓൺ ഗ്രോത്ത്, ഇൻഫ്ലേഷണറി റിസ്ക് ഉണ്ട് ഇതിൽ. ഓക്കെ, എ ഡേറ്റ ഡ്രിവൺ അപ്രോച്ച് ഷുഡ് ഗൈഡ് ഫ്യൂച്ചർ റേറ്റ് ഡിസിഷൻസ്. പിന്നെ എൻഹാൻസിങ് മോണിറ്ററി പോളിസി റെസ്പോൺസീവ്നെസ്, അതായത് RBI കുഡ് അഡ്ജസ്റ്റ് ഇറ്റ്സ് റിവ്യൂ ഷെഡ്യൂൾ ടു ഇൻകോപ്പറേറ്റ് ദ ലേറ്റസ്റ്റ് ഇൻഫ്ലേഷൻ ഡേറ്റ. ദിസ് കുഡ് മേക്ക് മോണിറ്ററി പോളിസി മോർ അഡോപ്റ്റീവ് ആൻഡ് റിയൽ ടൈം. പിന്നെ ഇംപ്രൂവിങ് ട്രാൻസ്മിഷൻ ഓഫ് റേറ്റ് കട്ട്സ്. ബാങ്ക്സ് must pass on rate cuts effectively to the consumers. Strengthening credit flow, especially to MSMEs, will be the key. Okay, പിന്നെ strengthening rupee stability. Managing currency volatility is crucial to ensure import costs remain stable. Policies promoting exports and foreign investments could help balance capital outflows. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ DNA ഉണ്ടായിരുന്നത്. എക്കണോമി പരമായിട്ടാണെങ്കിലും സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും എഡ്യൂക്കേഷൻ പരമായിട്ടൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നോക്കുന്ന ടോപ്പിക്സാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ടോപ്പിക്സൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം നോക്കിയിട്ടുള്ളത്, പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിലും. അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.